ആവശ്യത്തിന് വേണ്ട ഹോർമോൺസ് ആണ്, നമുക്ക് സന്തോഷം തരുന്ന ഹോർമോൺസ് ആണ് ശരീരത്തിൽ. അത് നമുക്ക് ഉണ്ടാവുക ആ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ സ്നേഹത്തോടെ ഹഗ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഒരാളെ സമ്മേളനങ്ങളുടെ ഏറ്റവും ഒരു ലക്ഷ്യമായിട്ടാണ്. അപ്പോ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവര് വീടുകളില്, അയൽപക്കങ്ങളില്, നമ്മുടെ അയൽപക്കത്തുള്ള നെയ്ബർഹുഡില്ല, കാരണം അവരെ നമുക്ക് ഓക്കെ ആയിട്ട് കാണണം, ഹാപ്പി ആയിട്ട് കാണണം, അല്ലെ? ഇതിനേക്കാൾ ഭയങ്കര പ്രയാസമുള്ള ഒരു സംഗതി. നിങ്ങൾ ഒരുപക്ഷെ കരയുന്നുണ്ടായിരിക്കാം എന്തെങ്കിലും സങ്കടങ്ങൾ, അല്ലെ? അവർ കരയാണ് ചെയ്യുന്നത്. എക്സ്പ്രസ് ചെയ്യണം ഇമോഷൻ എന്ന് പറയുന്നത്. എക്സ്പ്രസ് ചെയ്യാതെ വരണ ആ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ആ എനർജി ഒട്ടു പോവാതെ ലാസ്റ്റ് വരെ ഇന്ന് ക്ലാസ് എടുത്തു. അത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് തോന്നി എനിക്ക്. പിന്നെ പറഞ്ഞ കുറെ കാര്യങ്ങള് നമ്മൾ മറന്നു തുടങ്ങിയ കുറെ ഇൻസിഡൻസ്, കുറെ കേസസ് നമ്മളൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ പലതും മറന്നു തുടങ്ങുമല്ലോ. പക്ഷെ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു നമ്മൾ എത്രത്തോളം സേഫ് ആയിട്ടാണ് നിൽക്കുന്നതെന്നും നമ്മൾ എന്തിനോടൊക്കെ നോ പറയണം എന്നുള്ളതൊക്കെ ചിന്തിപ്പിച്ചൊരു ക്ലാസ് ആയിരുന്നു. ക്ലാസ് ഇഷ്ടമായി, എനിക്ക് നല്ലോണം ഇഷ്ടമായി. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. ഞാന് വന്ന് കയറി ഇവിടെ ഇരുന്നപ്പോ ഫോണൊക്കെ മേടിച്ചു വെച്ച് ജനലൊക്കെ അടിച്ചുപൂട്ടി ഞാൻ സൂര്യനോട് എന്തെന്ത് ജയിലിലിട്ടിട്ടാണോ ക്ലാസ് എടുക്കുന്നവര്, നമ്മളെന്താ സൂര്യപ്രകാശം പോലും കാണില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്ട്രെസ് ആയിട്ടിരിക്കായിരുന്നു. അങ്ങനെയാണ്. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞല്ലോ, മിസ്സിനെ പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, ഈ 1 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും മിസ് ആരാണെന്ന്. അത് ശരിക്കും റിയലൈസ്ഡ് ആയി. സാധാരണ സോഷ്യൽ വരുമ്പോ ഞാൻ ഇൻട്രസ്റ്റ് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പിന്നെ മോറോവർ ആണുങ്ങളുടെ പ്രശ്നങ്ങളും എന്തുകൊണ്ടായ സാഹചര്യത്തേക്ക് വന്നുപോയി എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാറില്ല. അവരെന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്തു, അല്ലെങ്കിൽ അവരുടെ രീതി എന്താ അങ്ങനെ ആയി എന്നുള്ളത് സാധാരണ പറയാറില്ല. സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കോർണർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഈ ക്ലാസ്സിൽ അങ്ങനെ തോന്നിയിട്ടില്ല. അതിന് ഒരു വലിയ ഇഷ്യൂസ് ആണെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും അവരെ കടന്നു പോകുന്ന സാഹചര്യങ്ങളാണെങ്കിലും അതൊക്കെ ഇതിന് റിലേറ്റ് ആണെന്നുള്ളത് ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പറ്റി. നമുക്ക് എല്ലാവർക്കും ഇതുപോലൊരു നല്ല സെഷൻ തന്നെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എന്റെ ക്ലാസ് നന്നായിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് മിസ് മെയിൻറ്റെയിൻ ചെയ്തു. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ മിസ് ആ എനർജിയിൽ ഉണ്ടായിരുന്നു. താങ്ക് യു മിസ്. നല്ല ക്ലാസ്. ഈ മെന്റൽ ഹെൽത്തിന്റെ ക്ലാസ് എനിക്ക് അത്ര താല്പര്യമുള്ള ക്ലാസ് അല്ല പൊതുവെ. അപ്പൊ ഞാനിവിടെ വന്ന സമയത്തും അങ്ങനത്തെ ഒരു ക്ലാസ് ആണെന്ന് പറഞ്ഞപ്പോ കേട്ടിരിക്കാന്നുള്ളതില്, പക്ഷെ ആദ്യം തൊട്ടിട്ട് അവസാനം വരെ ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി കുറെ കാര്യങ്ങൾ. മിസ് പറയുമ്പോ ഈ ഫാമിലി ആയിട്ടൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. വേറെ ഒന്നും ഡിസ്ട്രാക്റ്റഡ് ആവാതെ ശ്രദ്ധിച്ചിരിക്കാനും പറ്റി. പിന്നെ കുറെ കേസസ്, പണ്ട് മുതലേ ഉള്ള കുറെ കേസസ്, അറിയുന്നതും അറിയാത്തതായിട്ടുള്ള കേസസും കുറെ ഒന്ന് അറിഞ്ഞു. ഓവറോൾ നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു അല്ലേ? നമ്മള് മിസ് പല ഭാഗങ്ങളും ടച്ച് ചെയ്തു പോയി. നമ്മുടെ ലൈഫില് വന്നതും വരാനിരിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും പല ഫീൽഡും ടച്ച് ചെയ്തു പോയി തോന്നുന്നു. അതേപോലെ മിസ് പറയുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര ക്ലിയർ ആയിരുന്നു. ആരാണ്ടൊക്കെ പറഞ്ഞ പോലെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള ഭയങ്കര ഓരോ വാക്കുകളും ഞാനിങ്ങനെ തൊട്ടടുത്താലും ഞാൻ വായിടുന്ന ഓരോന്നും നല്ല ക്ലിയർ ആയിട്ട് ഓരോ വാക്കുകളും പറയുന്നത് നല്ല രസമായിട്ട് പോയി. ഈ 3 മണിക്കൂർ മിസ് നല്ല എന്താ പറയാ എല്ലാ കാര്യങ്ങളും ആ ഒരു ടൈമിന്റെ അകത്ത് മിസ് കൊണ്ടുപോയി എന്നാണെന്നുള്ളത്. മിസ്സിന്റെ ആദ്യത്തെ ആ ഒരു സെഷനില് നമുക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് ആ ഒരു മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഞാൻ ഹാപ്പിയാണ്, ഇതൊന്നും എന്നെ എഫക്ട് ചെയ്യണില്ല. ഇനി പക്ഷെ നമ്മളൊരു ഫ്യൂച്ചറില് നമ്മളൊരു ടീച്ചേഴ്സ് ആവാൻ പോവുകയാണ്. നമ്മളൊരു ടീച്ചർ ആകുമ്പോൾ ഉറപ്പാണ് ഒരു 10-40 കുട്ടികൾ നമ്മളുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ അവരെ നമ്മൾക്ക് മനസ്സിലാക്കാൻ ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുള്ളതില് 100% ഉറപ്പാണത്. ഉറപ്പായിട്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ യൂസ്ഫുൾ ആയെങ്കിലും നമ്മൾക്ക് ഫ്യൂച്ചറിൽ അവരെ കാണുമ്പോൾ നമുക്കത് എന്തായാലും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അത് ഉപകാരമാണ്. കാരണം ഇത് കണക്ട് ചെയ്യാൻ പറ്റിയത് ഈ അടുത്ത MBS ഒരു 10ാം ക്ലാസ്സുകാരൻ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.